നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയും ചൈനയും അക്ഷരാർത്ഥത്തിൽ ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ വലിയൊരു വിള്ളലുണ്ടായിരുന്നു 2020 മുതൽ. അതിന് പിന്നിലുള്ള കാരണങ്ങളൊക്കെ നമുക്കറിയാവുന്നതാണ്. ഇന്ത്യ ചൈന എന്ന് പറയുമ്പോൾ ചൈനയെ പാകിസ്ഥാൻ എത്രത്തോളം ശത്രുതയുണ്ടോ അതേ തരത്തിലേക്ക് അതിർത്തി രാജ്യമായ ചൈനയെ നീങ്ങുകയായിരുന്നു. ആ ഒരു ഇന്ത്യ ചൈന വിള്ളലൊക്കെ ഒരുപാട് നാളുകൾ നീണ്ടു നിന്നതാണ്. 2020 ജൂണിൽ കിഴക്ക് ലഡാക്കിലെ ഗാൽവാൻ താഴ്വരയിൽ സൈനികർ തമ്മിലുണ്ടായ സംഘർഷത്തെ തുടർന്നാണ് ഇന്ത്യ ചൈന ബന്ധം വഷളായത്. ഇതിന് പിന്നാലെ ഇരു രാജ്യങ്ങളും യഥാർത്ഥ നിയന്ത്രണ രേഖയിൽ സൈനിക വിന്യാസം വർദ്ധിപ്പിക്കുകയും നിരവധി റൗണ്ട് സൈനിക നയതന്ത്ര ചർച്ചകൾ നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യയിലെ ചൈനീസ് നിക്ഷേപങ്ങൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയതും ഇറക്കുമതികളിൽ കൂടുതൽ സൂക്ഷ്മ പരിശോധന നടത്തിയതും പകർച്ചവ്യാധിയുടെ സമയത്ത് നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിവെച്ചതും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സാമ്പത്തിക ബന്ധങ്ങളെ അടക്കം വലിയ രീതിയിൽ ബാധിച്ചതാണ്. പക്ഷേ ഈ അടുത്തിടെ ഏറെ ആശ്വാസകരമായിട്ട് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം പഴയ രീതിയിലേക്ക് മടങ്ങുന്നതായി വിലയിരുത്തപ്പെട്ടിരുന്നു. പ്രത്യേകിച്ച് ഷി ജിൻപിങ്ങും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അടക്കമുള്ളവർ ഉച്ചകോടിക്കിടെ നടത്തിയ സൗഹൃദ സംഭാഷണം, അവരുടെ ഒരു കൂടിക്കാഴ്ചയൊക്കെ വീണ്ടും പഴയ ബന്ധത്തിലേക്ക്, അതായത് നല്ലൊരു ബന്ധത്തിലേക്ക് ഇന്ത്യ ചൈന മടങ്ങുന്നു എന്നതിൻ്റെ സൂചനകളായിരുന്നു. അക്ഷരാർത്ഥത്തിൽ അത് സംഭവിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസം നിർണായകമായൊരു തീരുമാനം, അതായത് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചത് വിമാന സർവീസുകൾ പുനരാരംഭിക്കാനുള്ള കേന്ദ്ര നീക്കത്തെക്കുറിച്ചുള്ള വിവരം. അതായത് ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്ന തരത്തിലുള്ള തീരുമാനം. ഇരു രാജ്യങ്ങളിലേക്കുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ ഒരുങ്ങുകയാണ്. ഈ മാസം അവസാനത്തോടെ സർവീസുകൾ പുനഃസ്ഥാപിക്കുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. കഴിഞ്ഞ ഓഗസ്റ്റിൽ ഷാങ്ഹായ് കോപ്പറേഷൻ ഓർഗനൈസേഷൻ ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി. 2020 കോവിഡ് കാലത്താണ് ഇന്ത്യയും ചൈനയും തമ്മിൽ നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തലാക്കിയത്. പിന്നീട് ഗൽവാൻ താഴ്വരയിലെ സംഘർഷത്തെ തുടർന്ന് സ്ഥിതിഗതികൾ കൂടുതൽ വഷളായി. ഇരു രാജ്യങ്ങളുടെയും വ്യോമയാന ഉദ്യോഗസ്ഥർ തമ്മിലുള്ള സാങ്കേതിക തലത്തിലുള്ള ചർച്ചകൾ ഈ വർഷം ആദ്യം മുതൽ നടക്കുന്നുണ്ടായിരുന്നു. നേരിട്ടുള്ള വിമാന സർവീസ്, പുതുക്കിയ വ്യോമസേവന കരാർ എന്നിവയെ ഊന്നിയായിരുന്നു പ്രധാന ചർച്ചകൾ നടന്നത്. പുതിയ കരാറിന്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയിൽ നിന്നും ചൈനയിൽ നിന്നും വിമാന കമ്പനികൾക്ക് അനുവദിച്ച പോയിന്റുകളിൽ നിന്നും സർവീസുകൾ നടത്താവുന്നതാണ്. നയതന്ത്ര ചർച്ചകൾ തുടങ്ങിയതോടെ സർവീസ് നടത്താനുള്ള താൽപര്യം അറിയിച്ച് ഇൻഡിഗോയും രംഗത്തെത്തുകയുണ്ടായി. 5 വർഷത്തിന് ശേഷമാണ് ഇന്ത്യയിൽ നിന്നും ചൈനയിലേക്കും തിരിച്ചും നേരിട്ടുള്ള വിമാന സർവീസ് പുനഃസ്ഥാപിക്കുന്നത്. കോവിഡിന് ശേഷമാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നേരിട്ടുള്ള വിമാന സർവീസുകൾ നിർത്തിയത്. വിന്റർ ഷെഡ്യൂളായാണ് സർവീസുകൾ പുനഃസ്ഥാപിക്കുക. എന്തായാലും നേരിട്ടുള്ള വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ ധാരണയായതോടെ ഇന്ത്യയുടെയും ചൈനയുടെയും ഒരു ബന്ധം അത് സാധാരണ നിലയിലേക്ക് മടങ്ങുന്നുവെന്ന് തന്നെയാണ് നമുക്ക് വിലയിരുത്താനാകുന്നത്. ഈ ഒരു ബന്ധം 2020 പറഞ്ഞതുപോലെ ഗൽവാൻ താഴ്വരയിലുള്ള സംഘർഷം അതിനുശേഷം ബന്ധം വഷളാകുന്നു. അതിന് മുന്നേ എത്തരത്തിലാണ് ഇന്ത്യ ചൈന ബന്ധമായിരുന്നതെന്ന് നമുക്കറിയാവുന്നതാണ്. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് ഇന്ത്യയിലേക്ക് എത്തുന്നു മോദിയുടെ ക്ഷണപ്രകാരം. മാത്രമല്ല, ഇന്ത്യയുടെ വസ്ത്രങ്ങൾ അണിഞ്ഞ അദ്ദേഹവും മോദിയും കടൽ തീരത്തൂടി നടക്കുന്നു. അങ്ങനെ ഇരു രാജ്യങ്ങൾക്കും തമ്മിലുള്ള നല്ല ബന്ധമൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിലായിരുന്നു ഗൽവാൻ താഴ്വര പ്രശ്നം ഉടലെടുക്കുന്നത്. അത് ഈ 2020 മുതൽ 2025 വരെ ആ ഒരു പ്രശ്നം നീണ്ടു നിന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയം. മാത്രമല്ല, ഈ പഹൽഗാം ഭീകരാക്രമണ സമയത്തും ചൈന പാകിസ്ഥാനെ അനുകൂലിക്കുന്ന തരത്തിലുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. അതും ഇന്ത്യയെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിച്ചിരുന്നു. പൗരന്മാർ തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്തി ഇരു രാജ്യങ്ങളും സാധാരണ നിലയിലേക്ക് എത്തുന്നതിൽ ഈ ഒരു വിമാന സർവീസ് പുനരാരംഭിക്കുന്നത് വലിയ സംഭാവന വഹിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ്ങും നടത്തിയ കൂടിക്കാഴ്ചയിലും ഈ വിഷയങ്ങൾ ചർച്ചയായിരുന്നു. എന്തായാലും എയർ ഇന്ത്യ, ഇൻഡിഗോ തുടങ്ങിയ വിമാന കമ്പനികളോട് ചൈനയിലേക്ക് വിമാന സർവീസുകൾ നടത്താൻ തയ്യാറാകുക എന്ന നിർദ്ദേശം കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളായിട്ട് 5 വർഷത്തോളമായിരിക്കുന്നു. 5 വർഷങ്ങൾക്ക് ശേഷമാണ് വീണ്ടും ഒരു പഴയ ബന്ധത്തിലേക്ക് വരിക എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നത്. അതിർത്തി പ്രശ്നങ്ങളിൽ തുടങ്ങിയ ഉരസൽ പിന്നെ നയതന്ത്ര മേഖലയിലേക്ക് ശക്തമായി പടർന്നതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഏറ്റവും മോശമായിരുന്നു. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റായുള്ള 2ാം വരവിലെ ഡൊണാൾഡ് ട്രംപിന്റെ തീരുമാനങ്ങളും ഭീഷണികളും ലോകരാജ്യങ്ങൾ തമ്മിലുള്ള സമവാക്യങ്ങൾ മാറ്റിമറിക്കുകയാണ്. ഇക്കൂട്ടത്തിൽ ഏറ്റവും പുതിയതാണ് ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വീണ്ടും ഭായി ആകുന്നത്. 5 വർഷത്തിനിപ്പുറം ലോകം ഉറ്റുനോക്കുന്ന തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത്.
മാത്രമല്ല ഇരു രാജ്യങ്ങളും തമ്മിൽ വിമാന സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ തീരുമാനമായി എന്നത് ആഗോള സാഹചര്യത്തിൽ അതീവ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇരു രാജ്യങ്ങളുടെ ബന്ധം സാധാരണ നിലയിലേക്ക് നീങ്ങുന്നതിന്റെ സൂചനകളാണ് ഇതിലൂടെ പുറത്തു വരുന്നത്. എന്തായാലും പുതിയൊരു അധ്യായത്തിനാണ് ഇത് തുടക്കമിടുന്നത്. ഇന്ത്യ ചൈന ബന്ധത്തിന്റെ പുതിയ ഏടുകളിലേക്ക് കടക്കുകയാണ് വിമാന സർവീസുകളുടെ പുനരാരംഭിക്കൽ. നേരിട്ടുള്ള വ്യാപാര, വിനോദസഞ്ചാര, സാംസ്കാരിക പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ അവസരങ്ങൾ ഇതിലൂടെ സൃഷ്ടിക്കപ്പെടും. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള സാമ്പത്തിക, രാഷ്ട്രീയ ബന്ധങ്ങളും ഇതോടെ കൂടുതൽ മെച്ചപ്പെടുമെന്ന എന്ന ഒരു വിലയിരുത്തൽ കൂടി ഉണ്ട്. ഇന്ത്യൻ വിമാന കമ്പനിയായ ഇൻഡിഗോ 2025 ഒക്ടോബർ 26 മുതൽ കൊൽക്കത്തയിൽ നിന്ന് ചൈനയിലെ ഗോങ്ഷുവിലേക്ക് ദിവസേന നോൺ സ്റ്റോപ്പ് വിമാന സർവീസ് തുടങ്ങുമെന്ന് ഇതിനകം പ്രഖ്യാപിച്ചിട്ടുണ്ട്. റെഗുലേറ്ററി അനുമതികൾക്ക് വിധേയമായി ദില്ലിയിൽ നിന്ന് ഗാങ്ഷുവിലേക്കും നേരിട്ടുള്ള വിമാന സർവീസുകൾ തുടങ്ങും. എയർബസ് A320 നിയോ വിമാനങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ഈ സർവീസുകൾ അതിർത്തി കടന്നുള്ള വ്യാപാരം, തന്ത്രപ്രധാനമായ ബിസിനസ് പങ്കാളിത്തം, ഇരു രാജ്യങ്ങൾക്കിടയിലുള്ള ടൂറിസം എന്നിവ പ്രോത്സാഹിക്കുമെന്നാണ് പ്രത്യാശ. അതേസമയം SCO ഉച്ചകോടിക്കിടെ പ്രധാനമന്ത്രിയുമായി ഉന്നത ചൈനീസ് നേതാവ് നടത്തിയ കൂടിക്കാഴ്ച വലിയ രീതിയിലുള്ള ചർച്ചയായിരുന്നു. ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻപിങ് വലങ്ക എന്നറിയപ്പെടുന്ന ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ തായ് ചിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിലെ ഏറ്റവും ബഹുമാനിക്കപ്പെടുന്ന നേതാക്കളിൽ ഒരാളും വിദേശ നയതന്ത്രത്തിലെ പ്രമുഖനുമാണ് തായ് ചി. എന്നാൽ മിക്ക രാഷ്ട്രീയ നേതൃത്വങ്ങൾക്കും അദ്ദേഹം അപ്രാപ്യനാണ്. പുഞ്ചിരിക്കുന്ന മുഖത്തോടുകൂടി തായ് ചിയെ കാണുക എന്നത് അപൂർവമായ അവസരങ്ങളിലാണ്. പ്രസിഡന്റ് ഷി ജിൻപിങ്ങിന്റെ നിർദ്ദേശപ്രകാരമാണ് തായ് ചി മോദിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുന്നതിനെ പറ്റിയാണ് ഇരു നേതാക്കളും ചർച്ചകൾ നടത്തിയത്. എന്നാൽ വെറുമൊരു ചർച്ചയാണെന്ന് പുറമേക്ക് തോന്നുമെങ്കിലും ചൈനയിൽ അത് ഉയർത്തിയ അലയൊലികൾ വലുതാണ്. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കുള്ളിൽ നിരവധി ചുമതലകൾ വഹിക്കുന്ന നേതാവാണ് ഇദ്ദേഹം. ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി സെക്രട്ടേറിയറ്റിലെ ഏറ്റവും മുതിർന്ന നേതാവാണ് തായ് ചി. മാത്രമല്ല പോളിറ്റ് ബ്യൂറോ അംഗവുമാണ്. പാർട്ടിക്കുള്ളിൽ ഷി ജിൻപിങ് കഴിഞ്ഞാൽ മറ്റു നേതാക്കൾ ഏറെ ഭയപ്പെടുന്ന ആള്. ഇരു നേതാക്കളും തമ്മിലുള്ള കൂടിക്കാഴ്ച ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും ചൈനീസ് ഭരണ സൈനിക നേതൃത്വങ്ങൾക്കുമുള്ള ശക്തമായ സന്ദേശമായാണ് വിലയിരുത്തപ്പെട്ടത്. ചൈനയ്ക്കുള്ള ഇന്ത്യ വിരുദ്ധർക്കുള്ള മുന്നറിയിപ്പായാണ് കൂടിക്കാഴ്ചയെ നയതന്ത്ര വിദഗ്ധർ വിലയിരുത്തിയിരുന്നത്. എന്തായാലും ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ ഊഷ്മളമാകുന്നു. വിമാന സർവീസുകളൊക്കെ പുനരാരംഭിക്കുന്നു. വലിയ രീതിയിലുള്ള വിള്ളലുണ്ടായിരുന്നു, അതെല്ലാം ഭേദപ്പെടുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാത്തിരിക്കാം. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നല്ല ബന്ധങ്ങളിലേക്ക് ഇരുവരും കടക്കുന്നുവെന്ന ആ ഒരു കൂടുതൽ വാർത്തകൾക്കായി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.